നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ അതിക്രൂരത. കഴിഞ്ഞ ദിവസം ഒരു 2.5-3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ചിത്രം, അതായത് കുഞ്ഞിന്റെ ഒരു മുഖഭാഗം മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ പുറത്തു വന്നിട്ടുള്ള ചിത്രത്തിൽ കൈ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കൈപ്പാടുകൾ കവിളിൽ പതിയുന്നത് ആ ഒരു ചിത്രമായിരുന്നു. അത് അതിക്രൂരതയാണ് ആ കുഞ്ഞ് അങ്കനവാടിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നേമത്താണ് സംഭവം നടക്കുന്നത്. അങ്കനവാടിയിൽ 2.5 വയസ്സുകാരിയുടെ കരണത്തടിച്ചാണ് അധ്യാപികയുടെ ക്രൂരത. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ ഒരു പിഞ്ചു കുഞ്ഞ്, 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത്രയും ഒരു കൈവിരലുകൾ, നമ്മുടെ കൃത്യമായിട്ട് ആ കുഞ്ഞിന്റെ മുഖത്ത് കൈവിരലുകൾ പതിയണമെന്നുണ്ടെങ്കിൽ എന്ത് ശക്തമായിട്ടായിരിക്കും അവർ ആ കുഞ്ഞിനെ അടിച്ചിട്ടുണ്ടാവുക. കുഞ്ഞിന്റെ കർണപടത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്? കുഞ്ഞുങ്ങളാകുമ്പോൾ അറിയാം, അംഗനവാടിയിലാകുമ്പോൾ വളരെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. പലതരത്തിലുള്ള കുസൃതികളും ഉണ്ടാവും, പലതരത്തിലുള്ള കാര്യങ്ങളും കളികളും ഒക്കെ തന്നെയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ ഈ ജോലിക്കൊന്നും വരരുത്. അവരൊക്കെ വീട്ടിലിരിക്കണം. ഈ മുഖത്ത് അധ്യാപികയുടെ വിരൽപ്പാടുകൾ കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. മൊട്ടമൂട് ഷെറിൻ നിവാസിൽ പ്രവീൺ നാൻസി ദമ്പതികളുടെ ഏക മകൾക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. മൊട്ടമൂട് പറമ്പുകോണം അംഗനവാടിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. അധ്യാപിക മച്ചേൽ സ്വദേശി പുഷ്പലതയെ വനിതാ ശിശുവികസന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നരിവാമൂട് പോലീസ് കേസെടുത്തു. കുഞ്ഞിന്റെ ചെവിക്ക് സാരമായി പരിക്കുള്ളതിനാൽ തൈക്കാട് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ENT വിഭാഗത്തിലേക്ക് റഫർ ചെയ്തു. തിങ്കളാഴ്ച കേൾവി പരിശോധനയടക്കം നടത്തും. അംഗനവാടിയിൽ നിന്ന് മടങ്ങിയെത്തിയ കുഞ്ഞ് നിർത്താതെ കരഞ്ഞതിനെ തുടർന്നാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞ് സാധാരണ പോലെ വളരെ സാധാരണ പോലെ ചിരിച്ചു കളിച്ച് വരുന്നത് പോലെയല്ലായിരുന്നു കുഞ്ഞ് അന്ന് അംഗനവാടിയിൽ നിന്ന് വന്നത്. വന്ന ഉടനെ കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അധ്യാപിക തന്നെ അംഗനവാടിയിൽ വെച്ച് അടിച്ച കാര്യം കുഞ്ഞ് പറഞ്ഞത്. കുഞ്ഞിനെ അധ്യാപിക അടിച്ചെന്ന് അംഗനവാടിയിലെ ബന്ധുക്കളായ മറ്റ് 2 കുട്ടികളും പറഞ്ഞതായി മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ മാതാപിതാക്കൾ ഉടൻ തന്നെ അധ്യാപികയെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. തുടർന്നാണ് തൈക്കാട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചത്. ആശുപത്രി അധികൃതരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചത്. കമ്മിറ്റി അധികൃതർ അധ്യാപികയോട് വിശദീകരണം തേടിയെങ്കിലും കുഞ്ഞിനെ അടിച്ചിട്ടില്ലെന്നായിരുന്നു മറുപടി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയെന്ന് വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി അറിയിച്ചു. വകുപ്പിലെ പദ്ധതി വിഭാഗം ഓഫീസറും പള്ളിച്ചൽ പഞ്ചായത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസറുമാണ് അന്വേഷിക്കുന്നത്. റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടി ഉണ്ടാകും. കുഞ്ഞിന്റെ ചികിത്സയടക്കം എല്ലാ സഹായങ്ങളും നൽകുമെന്നും കവിത റാണി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിക്രൂരത എന്നാണ് പറയാനുള്ളത്. കാരണം ഇരു ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയും ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അംഗനവാടിയിൽ കൊണ്ട് അവിടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി കൊണ്ടാക്കും. അതിനുശേഷമാണ് അവർ പിന്നീടുള്ള സ്കൂൾ ലെവലിലോട്ട് പോകുന്നത്. ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ട് ചെന്ന് ആക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വളരെ സേഫ് ആണ്, അവിടെ നമ്മളെപ്പോലെ തന്നെ ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ നോക്കുന്നത് അതുപോലെ തന്നെ അവരും നോക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ചെന്നാക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്ന അധ്യാപകരാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അവർക്കൊന്ന് ജോലി കൊടുക്കരുത്. ഒരു കാരണവശാലും ഒരു സമ്മർദ്ദം ഉണ്ടാകാതെ തന്നെ അവരിൽ നിന്ന് ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു വാർത്ത വന്നപ്പോഴും നിരവധി ആളുകളാണ് കമന്റിലൂടെ അവരുടെ ഒരു രോഷം അറിയിക്കുന്നത്. എല്ലാ അംഗനവാടിയിലും CCTV നിർബന്ധമായി വെക്കണം. ആ ടീച്ചർക്ക് ടീച്ചർ എന്ന പദവി ചേരില്ല, രാക്ഷസി എന്ന് വിളിക്കണം. എല്ലാ അംഗനവാടികളിലും CCTV നിർബന്ധമാക്കണം. കാരണം തീരെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇടമാണ്. ഇതുപോലുള്ളവരെ നിയന്ത്രിക്കാൻ അതാണ് മാർഗം. അവരെ ടീച്ചർ എന്ന് വിളിക്കാതിരിക്കുക, മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒരു ഭയം കാരണം തന്നെയാണ് ഇന്ന് ഒരുപാട് അച്ഛനും അമ്മമാർ കുട്ടികളെ ആദ്യം ഇത്തരത്തിലുള്ള അംഗനവാടികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില അംഗനവാടികളിലൊന്നും കൊണ്ടാക്കാതെ പലരും ഈ പ്ലേ സ്കൂൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ നടക്കുന്ന അംഗനവാടികൾക്കടക്കം അതൊരു ചീത്തപ്പേര് അല്ലെങ്കിൽ അതൊരു മോശം പേര് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ അംഗനവാടികളിലൊക്കെ തന്നെ സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായിട്ട് നല്ല ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ
ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ കാര്യം സർക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മനോവൈകല്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മനോവൈകല്യമുള്ള ആളുകളെ ഒന്നും തന്നെ അവിടെ എടുക്കരുത്. കുഞ്ഞുങ്ങളോട് ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിച്ചും അതല്ലെങ്കിൽ അവരുടെ കുസൃതികളൊക്കെ തന്നെ ക്ഷമിച്ചും അതിനെ ഒരു പരിഹാരം കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് എല്ലാ അംഗനവാടികളിലും നടക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള ശിക്ഷ, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്കെതിരെ എടുക്കണം. ഇനി ഒരു കുഞ്ഞിനും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരരുത്. കുഞ്ഞുങ്ങളെ അംഗനവാടിയിൽ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസത്തിൽ തന്നെ വീട്ടിലിരിക്കാൻ സാധിക്കണം. അങ്ങനെ ആകണം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ അംഗനവാടികളും പ്രവർത്തിക്കേണ്ടത്.